യെസ്, ഇനി ഇരുള നൃത്തം നമ്മൾ നേരത്തെ നൽകിയ വാക്കാണ്. അടുത്തത് ഇരുള നൃത്തമാണെന്ന്. ഈ ഇരുള നൃത്തം ഈ വേദിയിൽ മത്സരം കഴിഞ്ഞു വന്നുടൻ അവർ പറഞ്ഞതാണ്. പക്ഷേ നേരത്തെ ഇവിടെ ഒരു കയ്യടി കേട്ടു. എന്തായിരുന്നു എന്ന് അതിൻ്റെ മാഷ് പറയട്ടെ. എന്തായിരുന്നു റിസൾട്ട് വന്നോ? അതെ, റിസൾട്ട് വന്നു. കണ്ണൂർ AV സ്മാരക ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹൈസ്കൂൾ വിഭാഗം വിദ്യാർത്ഥികളാണ് ഇവർക്ക് A ഗ്രേഡ് ലഭിച്ചിട്ടുണ്ട്. കയ്യടി കയ്യടി കയ്യടി. 5 സെക്കൻഡ് ആയിട്ടുള്ളൂ റിസൾട്ട് വന്നിട്ട്. A ഗ്രേഡ് കിട്ടിയ ആ ഒരു സന്തോഷം ഈ നൃത്തത്തിൽ. കരിവെള്ളൂർ സ്കൂൾ അല്ലേ? ഓക്കെ, കണ്ണൂർ കപ്പ് കൊണ്ടുപോകാൻ പോവാണ്. യെസ്, അപ്പോൾ ഒരു A ഗ്രേഡ് കൂടി കിട്ടിയിരിക്കുന്നു. സ്റ്റാർട്ട്. പാലക്കാട് ജില്ലാത്തി അട്ടപ്പാടി താലൂക്കാവധി കുടിയിറുക്ക ആദികാലമക്ക എറുളാർത്ത് ആട്ടം പാട്ട ഊറുവെട്ടെ കിളുത്തി പാട്യം പാട്ടുനാറ് ആടിപ്പാടി തലമുറയായി കൈവന്ന കല സാമി സാട്ടുക പോത് കടുതി കമ്പള വിടുക പോത് സാവ് സീറ് അച്ച പല സന്ദർഭങ്ങളെത്തി ആടിന പാടിന ഊട്ടാട്ട ഡില്ലിയാട്ട കുമ്മിയാട്ട പാട്ടുകളെ ഒന്ന് സേത്ത് പെറെ ദവില് ജാൽറ വാദ്യത്തോടെ നാം ആടിപ്പാടുകയും ആട്ടം പാട്ട അഥവാ ഇരുള നൃത്തം. അപ്പോൾ ഇരുള നൃത്തം ഗംഭീരമായി നമ്മുടെ ഗോത്ര കലകളെ, നമ്മുടെ പരമ്പരാഗത കലാരൂപങ്ങളെ നമ്മൾ ഇങ്ങനെ വേണം പരിപാലിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ. കരിവെള്ളൂരിൽ നിന്നും തൃശ്ശൂരിൻ്റെ മണ്ണിലേക്ക് വന്ന്
ഇരുള നൃത്തം മനോഹരമായി അവതരിപ്പിച്ച ഈ ടീമിന് ജനൻ ടി വിയുടെ പ്രത്യേക അഭിനന്ദനം അറിയിക്കുന്നു. അൽനമ്പ്യാർ, കണ്ണൂരാണ് മുന്നിൽ. കണ്ണൂരാണ് കഴിഞ്ഞ തവണ കണ്ണൂര് തന്നെ കപ്പ് നേടും അല്ലേ? അൽനമ്പ്യാർ കപ്പ് നേടില്ലേ? എനിക്ക് ആ കണ്ണൂര് പ്രാദേശിക വികാരം എന്നൊന്നും പറയരുത്, പക്ഷെ എന്നാലും ഉള്ളിൻ്റെ ഉള്ളിലുണ്ടല്ലോ കണ്ണൂരുകാരനാകുമ്പോൾ ഒരു ആവേശം. അപ്പോൾ എന്തായാലും നാളെ കപ്പ് നേടും. നിങ്ങൾ കൂടെ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. എ ഗ്രേഡ് ലഭിച്ചിരിക്കുന്നു. മക്കളെ, ഇനിയും ഈ ഇരുള നൃത്തം നിങ്ങൾ അത് വളരെ സജീവമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക, പ്രാക്ടീസ് ചെയ്യിക്കുക. നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ നേരത്തെയും പെർഫോമൻസ് ഉണ്ടായിരുന്നു. ഇരുള നൃത്തം അട്ടപ്പാടിയിൽ ഒരു കോണിൽ ഒതുങ്ങി നിന്ന ഇരുള നൃത്തം ഇന്ന് കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം അതിന് പ്രചാരം ലഭിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാവർക്കും മനസ്സിലായി എന്താണ് ഇരുള നൃത്തം എന്ന്. അപ്പോൾ കൃഷ്ണരാജ്, നമുക്ക് നമ്മുടെ കയ്യിലുള്ള സ്നേഹോപഹാരം അല്ലേ, ഒരു സമ്മാനം അവർക്ക് കൊടുക്കാം. എന്തായാലും 10 മണി കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചോ നിങ്ങളൊക്കെ? കഴിച്ചോ? ഓക്കെ, കഴിച്ചില്ലെങ്കിൽ ഇപ്പോൾ ഇതാ ഇവിടെ കൂടിയിരിക്കുന്ന മാഷന്മാരോട് പറയുമായിരുന്നു വാങ്ങിക്കൊടുക്കാൻ പെട്ടെന്ന്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. ഓൾ ദ ബെസ്റ്റ് കേട്ടോ. മിന്നുന്ന ജയം നേടിയിരിക്കുകയാണ് കൃഷ്ണരാജ്. അപ്പോൾ നമുക്കൊരു റിപ്പോർട്ട് കൂടി പോകണം. കാരണം ഇരുള നൃത്തം മാറി സംഘനൃത്തം വരണം. അപ്പോൾ അതിനുള്ള സമയത്ത് നമുക്കൊരു റിപ്പോർട്ട്. സംഘനൃത്തത്തിന് മുമ്പ് നേരത്തെ തന്നെ ഇവിടെ ഇങ്ങനെ നിൽക്കുന്ന ഒരാളുണ്ട്. നമ്മുടെ ഒറ്റപ്പാലം കടമ്പൂർ GHSSലെ ഗോപിക MV സംസ്കൃത പദ്യം ചൊല്ലിലും അക്ഷര ശ്ലോകത്തിലും എ ഗ്രേഡ് നേടി നിൽക്കുകയാണ്. കുറേ സമയമായി ഗോപികയും ഗോപിയുടെ മാതാപിതാക്കൾ ഇവിടെ നിൽക്കുകയാണ്. അപ്പോൾ കൃഷ്ണരാജ് ആ വാർത്ത പോയതിനു ശേഷം ഗോപി വാർത്തയുണ്ടോ? അല്ലല്ല, വാർത്തയ്ക്ക് മുമ്പ് ഇതായിക്കോട്ടെ. യെസ്, അപ്പോൾ ഗോപിക കടന്നു. യെസ് ഗോപിക, പ്ലീസ്. ഇതുവഴി ഗോപിക MV പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം കടമ്പൂർ GHSS അല്ലേ, ഹയർ സെക്കൻഡറി വിഭാഗത്തിലാണ്. സംസ്കൃത പദ്യം ചൊല്ലിലും അക്ഷര ശ്ലോകത്തിലും എ ഗ്രേഡ്. കൺഗ്രാജുലേഷൻസ് ആദ്യമായിട്ട്. അപ്പോൾ ഗോപിക കുറേ സമയമായി ഇവിടെ നിൽക്കുകയാണ്. ഗോപികയുടെ പെർഫോമൻസിലേക്ക് പോകാം. ഓക്കെ, താങ്ക് യു. ശ്രീകാന്തനും വസുമതി കാന്തനും ബതസതി കാന്തനും നിലയമായി ശ്രീകാന്തമായി അഖില ലോകാന്ത തത്വമയമേകാന്ത ശക്തി വരദേ ഹേ കാന്തരൂപിണി അനേകാന്ത പുണ്യ ഗുണമേകാന്തരത്തിൽ മരുവും മൂകാന്തകേ സകല ലോകാംബികേ തരിക മൂകാംബികേ മമ ശിവം. കഴിഞ്ഞോ? ഇതിനു വേണ്ടിയാണോ ഇത്രയും സമയം കാത്തു നിന്നത്? അയ്യോ, അങ്ങനെയാണെങ്കിൽ നേരത്തെ തന്നെ ഗോപികയെ വിളിച്ച് നമുക്ക് വീട്ടിലേക്ക് വിടാമായിരുന്നു. കാത്തു നിൽക്കുകയായിരുന്നു. ഗംഭീരമായിട്ടുണ്ട്. അപ്പോൾ ഒരു ചോദ്യമുണ്ട്, ഇനി ഇത് തുടരുമോ എന്ന്, അതോ കലോത്സവത്തിന് വേണ്ടി മാത്രമാണോ? എന്തുകൊണ്ട്? 4ാം ക്ലാസ് മുതൽക്ക് പഠിക്കേണ്ട അക്ഷരശ്ലോകം ഇപ്പോഴും പഠിച്ചു വരുന്നുണ്ട്. ചെനങ്ങാട് രാമചന്ദ്ര അയ്യർ മാസ്റ്ററുടെ പഠിക്കുന്നത്. അമൃതഭാരതി അക്ഷരശ്ലോക സമിതി. വളരെ സന്തോഷം. ഇങ്ങനെ കലാപ്രതിഭകളിൽ നിന്ന് പ്രതികരണം കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം വേറെയാണ്. കാരണം പലപ്പോഴും കലോത്സവങ്ങൾക്ക് വേണ്ടി ഒരുങ്ങുക, പാടുക എന്നതിനപ്പുറത്തേക്ക് പകുതിപ്പേരെങ്കിലും പോകാറില്ല. ചിലരൊക്കെ അത് ഗൗരവത്തിലെടുക്കുന്നു. മോള് തുടരണം, ഉറപ്പായും ഭാവി ഉണ്ടാകും. കൃഷ്ണരാജ്, സംസ്കൃതം എന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്ന ഇതി വാർത്താ ശുവേന്തയാണ്. അതെ, ബലദേവാനന്ദ സാഗരെയും ഇതി വാർത്താ ശുവേന്തയാണ് ഓർമ്മ വരുന്നത്. ജനൻ TV-യിൽ 15 മിനിറ്റ് സംസ്കൃത വാർത്ത കാണാറുണ്ടോ? കള്ളം പറയരുത്. ആണോ? ഓക്കെ, അപ്പൊ കാണാത്തവരെ കൂടി അറിയിക്കുക.